ആവേശകരമായ ബ്രസീൽ നോർവേ മത്സരത്തെക്കുറിച്ച് പ്രൊഫഷണൽ ഫുട്ബോൾ കോച്ച് സുബിൻ പാവൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നോർവേ വേഴ്സ് ബ്രസീൽ പ്രീ ക്വാർട്ടർ ഫൈനൽ മത്സരം. നമുക്കറിയാവുന്നതുപോലെ 5 വേൾഡ് കപ്പിന്റെ പാരമ്പര്യമുള്ള വമ്പൻ താരനിരമായി ഇറങ്ങിയ വേൾഡ് ഫുട്ബോളിന്റെ ഫാക്ടറി എന്ന് വിശേഷിപ്പിക്കുന്ന ബ്രസീലിനെ വെറും 4ാമത്തെ മാത്രം വേൾഡ് കപ്പിന് ഇറങ്ങിയ ഹാലണ്ടിന്റെ ഒഡിഗാർഡിന്റെ നോർവേ തകർത്തെറിഞ്ഞിരിക്കുന്നു. 2-1 ഒരു കനത്ത പരാജയം തന്നെ ഇതിനെ പറയാം. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം 2-1 ഒരു തോൽവി, അതും നോർവേയോട് തോൽക്കുമ്പോൾ അതൊരു കനത്ത പരാജയം തന്നെയാണ്. അത്രയ്ക്കും നല്ല താരനിര, ലോകം പ്രശസ്തനായ ആൻസലോട്ടി എന്ന് പറയുന്ന കോച്ച് ആൻസലോട്ടി, അതുപോലെ കളിക്കളത്തിലേക്ക് വന്ന വിനീഷ്യൻ ജൂനിയർ, മാത്യൂസ് കൂന, മാർട്ടിനെല്ലി, കസമേറോ, ലോക പ്രശസ്തരായ കളിക്കാർ, ഇവരുടെയൊക്കെ ഒരു വശത്ത് ഇവരൊക്കെ അണിനിരന്നിട്ട് പോലും നോർവീജിയൻ താരങ്ങളുടെ കരുത്തിന് മുന്നിൽ, ഹാലണ്ടിന്റെയും ഒഡിഗാർഡിന്റെയും പാട്രിക് ബർഗിന്റെയും ഒക്കെ കരുത്തിന് മുന്നിൽ തലകുനിച്ച് ഈ വേൾഡ് കപ്പിൽ നിന്ന് ബ്രസീലിന് മടങ്ങേണ്ടി വന്നു. മത്സരത്തിലേക്ക് വന്നാൽ മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ബോൾ പൊസിഷൻ കീപ്പ് ചെയ്തും കളിച്ചതും ഒരുപാട് പാസിംഗ് ഗെയിം ഒക്കെ കളിച്ചതും നോർവേ തന്നെ ആയിരുന്നു. മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകൾ തന്നെ അവരൊരു ഫിനിഷിങ് ചെയ്തെങ്കിലും അത് ഓഫ് സൈഡായി മാറിയിരുന്നു. പാട്രിക് ബർഗയുടെ ഒരു ഫിനിഷിംഗ് ഉണ്ടായിരുന്നു, അത് പക്ഷെ ഒരു ഓഫ് സൈഡിലേക്ക് മാറുകയും ചെയ്തു. പിന്നീട് മത്സരത്തിന്റെ ഗതി മാറ്റിയ ഒരു സംഭവം തന്നെ എന്ന് പറയാം. 13ാം മിനിറ്റിൽ ബ്രൂണോ ഗുമേറസ് ബ്രസീലിന് വേണ്ടി എടുത്ത പെനാൾട്ടി അവരുടെ നോർവേയുടെ സൂപ്പർ താരം, ഇന്നത്തെ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച നൈലാൻഡ് എന്ന് പറയുന്നവരുടെ ഗോൾ കീപ്പർ തടുക്കുകയും ചെയ്തു. പെനാൾട്ടി അങ്ങനെ ബ്രൂണോ ഗുമേറസ് പാഴാക്കുകയും ചെയ്തു. മാത്യൂസ് കൂവിനെ ഫൗൾ ചെയ്തതിനായിരുന്നു പെനാൾട്ടി കിട്ടിയത്. പക്ഷേ അത് ബ്രസീലിന് ഗോൾ കണ്ടെത്താൻ കഴിയാതെ പോയി. മറുവശത്ത് ഹാലണ്ടും ഒഡിഗാർഡും പാട്രിക് സെന്റർബർഗും ഒക്കെ ഗോളിനായി പരിശ്രമിച്ചെങ്കിലും അവിടെ ആലിസൺ ബേക്കർ എന്ന ബ്രസീലിയൻ ഗോൾ കീപ്പർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അദ്ദേഹത്തിന്റെ ഭാഗം നല്ല രീതിയിൽ ഈ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ പ്രകടനം നല്ല രീതിയിൽ അദ്ദേഹം കാഴ്ചവെച്ചു തന്നെ എന്ന് പറയാം. മറുവശത്ത് ബ്രസീലും ഗോളിനായി ശ്രമിച്ചു. പക്ഷെ അവിടെയും നൈലാൻഡ് എന്ന് പറയുന്ന നോർവേൻ ഗോൾ കീപ്പർ, ഇന്നത്തെ മത്സരത്തിലെ മറ്റൊരു താരം നൈലാൻഡ് ആയിരുന്നു, അദ്ദേഹത്തിന്റെ അതിമനോഹരമായ സേവുകൾ കണ്ടു. അങ്ങനെ ഗോൾ ചെയ്ത സമയത്തിൽ ആദ്യ പകുതി അവസാനിക്കുകയും 2ാം പകുതിയിലേക്ക് കടന്നു. 2ാം പകുതിയിൽ നല്ലൊരു ഗോൾ അവസരം ഹെൻഡ്രിക്കിൻ, വിനീഷ്യസ് ജൂനിയർ അതിമനോഹരമായ ഒരു ട്രിവേല പാസ് അത് അദ്ദേഹം പിടിച്ചെടുക്കുകയും ഗോൾ മുഖത്തേക്ക് ഡ്രിബിൾ ചെയ്ത് പോവുകയും ചെയ്തു. പക്ഷെ എന്നാലും ഗോൾ കീപ്പറുടെ മുന്നിൽ വെച്ച് അദ്ദേഹം അത് പുറത്തേക്ക് പ്ലേസ് ചെയ്ത് കളയുന്ന ഒരു കാഴ്ചയും കൊണ്ടു. അങ്ങനെ ഹെൻഡ്രിക്ക് മത്സരത്തിൽ കിട്ടിയ ഒരു നല്ലൊരു അവസരം പാഴാക്കി ചെയ്തു. ഇറങ്ങിയിട്ട് ആദ്യത്തെ ടച്ചായിരുന്നു അത് ഹെൻഡ്രിക്കിന്റെ. നല്ലൊരു അവസരം ഹെൻഡ്രിക്ക് പാഴാക്കുകയും ചെയ്തു. പിന്നെ ബ്രസീലിന് ഗോളെന്ന് ഉറപ്പിച്ചൊരു സിറ്റുവേഷൻ വന്നത് ഒരു ഡിഫ്ലക്ഷൻ, ഗ്രൗണ്ടിന്റെ ഡി ഏരിയയിൽ ഒരു ഡിഫ്ലക്ഷൻ ബോൾ, ഒരു ഏരിയൽ ബോൾ നോർവേൻ പോസ്റ്റിലേക്ക് പോവുകയും അത് അസാധ്യമായെന്നോളം നൈലാൻഡ് സേവ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ മത്സരം ഗോൾ ചെയ്ത സമനിലയിൽ പോകവെയാണ് മത്സരത്തിന്റെ ഗതി മാറ്റിയ ഹാലണ്ടിന്റെ ഗോൾ പിറന്നത്. 45ാം മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങിയ ഷെൽദറപ്പിന്റെ അസിസ്റ്റിൽ അതിമനോഹരമായ ഒരു സ്റ്റണ്ണിങ് ഹെഡിലൂടെ 6 യാർഡ് ബോക്സിന് മുന്നിൽ വെച്ച് ഹാലണ്ട് തന്റെ ആദ്യ ഗോൾ കണ്ടെത്തുകയും ചെയ്തു. പിന്നെ 2ാം ഗോൾ ഹാലണ്ട് തന്നെ ആയിരുന്നു 2ാം ഗോൾ നേടിയത്. 2ാം ഗോൾ പിറന്നത് 89ാം മിനിറ്റിലായിരുന്നു. ആ 2ാം ഗോളിനും അസിസ്റ്റ് നൽകിയത് ഷെൽദറപ്പാണ്. ഷെൽദറപ്പ് പോർച്ചുഗീസ് ക്ലബ്ബ് ബെൻഫിക്കയുടെ താരമാണ്. അദ്ദേഹത്തിന്റെ 2ാമത്തെ അസിസ്റ്റിൽ ഹാലണ്ട് ഒരു ലോ ഡ്രൈവൺ പവർഫുൾ ഷോട്ടിലൂടെ 2ാം ഗോൾ കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ 89ാം മിനിറ്റിൽ നോർവേ വിജയം ഉറപ്പിക്കുകയും ചെയ്തു. ഈ മത്സരത്തിൽ ഉടനീളം പൊസിഷൻ ഗെയിം മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ തന്നെ നോർവേയുടെ കയ്യിലായിരുന്നു മത്സരം. ബ്രസീലിന് കൗണ്ടർ അറ്റാക്ക് എന്നോളം വരുന്ന ചില മുന്നേറ്റങ്ങൾ മാത്രമാണ് നമുക്ക് ബ്രസീൽ എന്നൊരു വമ്പൻ രാജ്യത്തിന് ഇന്ന് നടത്താൻ പറ്റിയതെന്ന് വളരെ ഒരു ഫുട്ബോൾ ആരാധകർക്കിടയിൽ വളരെ സങ്കടകരമായ ഒരു കാഴ്ച തന്നെ ആയിരുന്നു. ബ്രസീൽ കളിച്ചു എന്ന് ചോദിച്ചാൽ അവർ കൗണ്ടർ അറ്റാക്കുകൾ കൊണ്ട് ഗോളടിക്കാൻ ശ്രമിക്കുന്നത് പോലെ ആയിപ്പോയി ഇന്നത്തെ മത്സരം നോക്കിയാൽ. അങ്ങനെ 89ാം മിനിറ്റിൽ 2 ഗോളുകൾ നേടി മത്സരം 90 മിനിറ്റ് കഴിഞ്ഞ് എക്സ്ട്രാ ടൈമിലേക്ക് കടന്നു. 2-0 ഒരു വിജയമായിരുന്നു നോർവേ പ്രതീക്ഷിച്ചിരുന്നത്. എന്നിരുന്നാലും അവസാന നിമിഷത്തിൽ 90+ അഡീഷണൽ ടൈമിന്റെ അവസാനം കിട്ടിയ ഒരു കസിമറയെ ഫൗൾ ചെയ്തതിന് കിട്ടിയ ഒരു പെനാൾട്ടി ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മർ ജൂനിയർ, പകരക്കാരനായി ഇറങ്ങിയ നെയ്മർ ജൂനിയർ ഗോളിൽ എത്തിക്കുകയും ചെയ്തു. അങ്ങനെ 2-1 ഒരു വിജയം നോർവേ കരസ്ഥമാക്കുകയും ചെയ്തു. ബ്രസീൽ ഈ വേൾഡ് കപ്പിനോട് വിട പറയുകയും ചെയ്തു. മത്സരത്തിൽ നമുക്ക് സങ്കടകരമായ ഒരു കാഴ്ച നെയ്മർ ജൂനിയറിന്റെ ഒരു മടക്കമാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രകടനം കാണാൻ വേണ്ടി കാത്തിരുന്ന ഒരു ഫുട്ബോൾ ആരാധക കൂട്ടം തന്നെ വേൾഡിലുണ്ട്. പക്ഷേ അദ്ദേഹത്തിനും വേൾഡ് കപ്പിനോട് നോർവീജിയൻ കരുത്തിന് മുന്നിൽ തോറ്റു മടങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. മറുവശത്ത് എടുത്തു പറയേണ്ടത് സ്റ്റാലെ സോലബെക്കെ എന്ന് പറയുന്ന നോർവീജിയൻ കോച്ചാണ്. അദ്ദേഹത്തിന്റെ ഒരു സ്ട്രാറ്റജിയും ഫോർമേഷനും അതുപോലെ തന്നെ അദ്ദേഹം നടത്തിയ സബ്സ്റ്റിറ്റ്യൂഷനും ഈ മത്സരത്തിൽ വലിയ ഇമ്പാക്റ്റ് തന്നെ ഉണ്ടാക്കുകയും ചെയ്തു.